അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പൂജനീയ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശിവഗിരി മഠത്തിൽ നിന്നും ആലുവ അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശിവഗിരിയിലെ എല്ലാ പൂജനീയ സന്യാസിവര്യന്മാരുടെയും അവരുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞ ഈ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിൻ്റെ ഒളികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പകർന്നു നൽകുവാനായി എത്തിയിരിക്കുന്ന സന്മനസ്സുകളുടെ ഉടമയായ ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ ഏറ്റവും വിലപ്പെട്ട പൂജനീയ ശ്രീനാരായണീയരെ നിങ്ങൾക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഗുരുധർമ്മ പ്രചരണ സഭ എറണാകുളം ജില്ല എനിക്ക് നൽകിയിരിക്കുന്ന വിനീതമായ ഈ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മം കുടുംബ ജീവിതത്തിൽ. ശ്രീനാരായണ ഗുരുദേവ ധർമ്മം കുടുംബജീവിതത്തിൽ എന്ന വിഷയത്തെ എടുക്കുമ്പോൾ ഗുരു ആരായിരുന്നു എന്നറിഞ്ഞ നിങ്ങൾ ഗുരു ലോകത്തിന് നൽകിയ ധർമ്മം വരെ അറിഞ്ഞവരും അനുഷ്ഠിക്കുന്നവരുമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അനുഷ്ഠാനങ്ങളിലൂടെ കടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശ്രീനാരായണ ധർമ്മത്തെ പരിപാലിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഗുരുവിൻ്റെ പേരിൽ അഥവാ ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ സംഘടനകളിലെല്ലാം അണിനിരക്കുമ്പോഴും ഗുരു സമൂഹത്തിലോ കുടുംബത്തിലോ ഒരു വ്യക്തിയുടെ മനസ്സിലോ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് ഗുരുവിൻ്റെ മൊഴികൾ കൊണ്ട് നിർദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത തലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. എന്നെ കൂടെ ആ ഒപ്പം ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല. എഴുത്തുകുത്തുകളിൽ ജാതിയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ വിശ്വമഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ ഗുരുവിൻ്റെ മൊഴിയാൽ ഉണർത്തപ്പെട്ട ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ നോട്ടീസിൽ പോലും നമുക്ക് ജാതിയെയോ മതത്തെയോ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. ആ പേരിൽ നമ്മളുടെ മനസ്സിൽ ചിന്തയും വിചാരവും ഊഹ്യങ്ങൾ നടക്കുമ്പോഴും ശ്രീനാരായണ ദർശനത്തിൻ്റെ കാതൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? ഒരിക്കൽ പോലും ക്ഷേത്രസങ്കല്പത്തിൽ ആനയും കരിമരുന്നും പാടില്ല എന്ന് പറഞ്ഞ് നിയമവ്യവസ്ഥകൾ കൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ അനേകായിരം സംഘടനകൾ അണിനിരന്നിട്ടും നമുക്കതിനൊരു സ്റ്റേ വാങ്ങിക്കാനുള്ള തലത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിച്ചില്ല. വാമൊഴികളിലും വിചാരങ്ങളിലും ഊഹ്യങ്ങളിലും ശ്രീനാരായണ ധർമ്മം അണിനിരക്കുമ്പോൾ പ്രവൃത്തിതലങ്ങളിലേക്ക് പ്രവൃത്തി മണ്ഡലങ്ങളിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ തിരുമൊഴികൾ പ്രചരിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആത്മപരിശോധന നടത്തേണ്ട സമയമാണ്. ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, ഏത് സംഘടനയായിക്കൊള്ളട്ടെ, ശ്രീനാരായണ ദർശനത്തിൻ്റെ വരമൊഴികൾ എന്നും ആവർത്തിച്ച് അലിയൊലിക്കുന്ന ഒരു നാവായിക്കൊള്ളട്ടെ, പക്ഷെ അത് പ്രവൃത്തിപഥത്തിൽ വന്നോ? അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഗുരു ധർമ്മം എന്ന പദത്തിൻ്റെ വിവേകപരമായ അർത്ഥങ്ങളെ നൽകിയതിന് ശേഷം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലും ഓരോ മനുഷ്യൻ്റെയും കുടുംബത്തിലും ഓരോ മനുഷ്യൻ്റെയും സമുദായത്തിലും സമൂഹത്തിലും ചേർന്ന് നിന്ന് പരിവർത്തനം നടത്തിയ ആ മഹാഗുരുവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള ത്രിഗുണങ്ങളുടെ അവസ്ഥ, സത്വരജോ മനസ്സിൻ്റെ, അതായത് മനസ്സിൻ്റെ ത്രിഗുണങ്ങളുടെ അവസ്ഥയിലേക്ക്, പ്രവർത്തനതരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് കടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചിന്താസന്ധാനമേ എന്ന് ഗുരു സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ സുബ്രഹ്മണ്യനെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തമസിൻ്റെ കർമ്മം കൊണ്ട്, തമസിൻ്റെ ആരാധന കൊണ്ട്,
തമസിന്റെ വിചാരം കൊണ്ട്, തമസിന്റെ ഊഹ്യം കൊണ്ട്, ചിന്യം വിചാര്യം ഊഹ്യം ദേയം സങ്കല്പം. മനസ്സിൽ ഒന്നിനെ ആവിർഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സ് രൂഢമായി മാറുന്നത് ആദ്യം അതിനെ ചിന്തിക്കും, ചിന്തിച്ചതിനെ വീണ്ടും വിചാരിച്ചുറപ്പിക്കും, അതിൻ്റെ ഭവിഷ്യത്തുകളെ വീണ്ടും ഊഹിച്ച് നിങ്ങൾ കൊണ്ടുവരും. ബുദ്ധിയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സങ്കല്പത്തിൽ അഥവാ അടുത്ത രണ്ട് പ്രവൃത്തിയിൽ ബുദ്ധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരും. ആ ബുദ്ധിയാണ് ഒരു പ്രവൃത്തിയോട് യെസ് എന്നോ നോ എന്നോ പറയുന്നത്. എനിക്ക് മോശമാകുന്ന, എൻ്റെ കുടുംബത്തിന് മോശമാകുന്ന, എൻ്റെ സമൂഹത്തിന് മോശമാകുന്ന, എൻ്റെ രാജ്യത്തിന് വിരുദ്ധമാകുന്ന ഏതു സങ്കല്പവും ആ സങ്കല്പങ്ങളെ മുഴുവൻ ഒരു പ്രാവശ്യമല്ല പലതവണ അരുത് അരുത് എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഋഷീശ്വരൻ്റെ സങ്കല്പങ്ങൾ ഭാരതത്തിലോ ലോകത്തിലോ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മനഃശാസ്ത്രത്തിനും ഒരു സൈക്കോളജിയുടെ ദർശനത്തിനും മാറ്റിവെക്കുവാൻ സാധിക്കില്ല. അത് ശരിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടേ പോകുവാൻ സാധിക്കൂ. മനസ്സിൻ്റെ 8 പ്രവൃത്തി തലങ്ങളിലേക്ക് കടക്കാം. ശ്രീനാരായണ ദർശനം എങ്ങനെ നമ്മളുടെ മനസ്സിൽ രൂപീകൃതമാകണം എന്നറിയണമെങ്കിൽ അതിൻ്റെ 8 പ്രവൃത്തി തലങ്ങളിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് സാറ് മനസ്സ് മാത്രം എടുക്കുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരാം, അല്ലേ? മനുഷ്യനെന്ന സൃഷ്ടി ഈ പരിസ്ഥിതിയുടെ ഒരു ഉപസൃഷ്ടിയാണ്. 9 കാരണദ്രവ്യങ്ങളുണ്ട്. പഞ്ചമഹാഭൂതം, പിന്നെ ആത്മാവ്, മനസ്സ്, കാലം, ദൃക്ക്. മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും മനുഷ്യൻ്റെ ചിന്തയ്ക്കും മനുഷ്യൻ്റെ ധാരണാശക്തിക്കും നവദ്രവ്യങ്ങളോളം ഇത്രയോളം ശാസ്ത്രീയമായ പ്രാധാന്യം കൊടുത്ത മറ്റൊരു കവിയില്ല, മറ്റൊരു യുഗാചാര്യനില്ല. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരിക്കലും ഭേദിക്കാത്ത രീതിയിൽ, ഒരിക്കലും ഭിന്നമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ മുയലിനും എലിക്കും ഒരു മാളം മതി, പക്ഷേ മനുഷ്യന്, ശ്രീനാരായണ വിശ്വാസികൾക്ക് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വേണം. കാലാവസ്ഥകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ശരീരത്തിനെയും മനസ്സിനെയും ശീതീകരിക്കുവാനും ഉഷ്ണപ്രാപ്തിയിലേക്കും അഥവാ ചൂടിനെ ഏറ്റുപിടിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ വേണം. എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ ഒരു ശ്രീകോവിൽ നമ്മളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീനാരായണ ദർശനത്തിൻ്റെ കാതലായ പ്രവൃത്തിപഥത്തിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഗുരു തന്നെ പറയുന്നു, മനുഷ്യനോളം പരിസ്ഥിതിയെ ഇല്ലാതാക്കുന്ന മറ്റൊരു ജന്മമില്ല, മറ്റൊരു സൃഷ്ടിയില്ല. 5 മഹാഭൂതങ്ങള് മനസ്സ്, ആത്മാവ്, കാലം, ദൃക്ക്. കാലത്തിനോടും ദൃക്കിനോടും ചേർന്ന് നിൽക്കാതെ നിങ്ങൾക്കൊരിക്കലും കുടുംബത്തെ സന്തോഷപരമായി സമാധാനപരമായി സംതൃപ്തി കൊണ്ട് നയിക്കാൻ സാധിക്കില്ല എന്ന് ഗുരു അക്ഷരാർത്ഥത്തിൽ നമ്മളോട് പറയുന്നു. അതിൽ മനസ്സിനെ മാത്രം നമ്മൾ എടുക്കുക, അതിലൊന്നിനെ മാത്രം പഠിക്കുക. ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ആത്മാവ് തന്നെയാണ് ബന്ധു, പക്ഷെ ആത്മാവ് തന്നെയാണ് ശത്രു. എല്ലാ കാര്യങ്ങളെയും വിഭാവനം ചെയ്യുന്നതും രൂപീകൃതമാകുന്ന ശരീരത്തിലേക്ക് മാതൃഭാവത്തെയും പിതൃഭാവത്തെയും സത്വഭാവത്തെയും ആത്മഭാവത്തെയും മുഴുവൻ നൽകുന്നത് ആത്മാവാണ്. ആത്മാവിൽ അഭിമുഖമായും ഇന്ദ്രിയ അഭിമുഖമായി നിൽക്കുന്ന മനസ്സിന് 2 മുഖമുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു. മറിച്ച് ഇന്ദ്രിയ അഭിമുഖമായി നിൽക്കുന്ന മനസ്സിനെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒന്നു ചേർത്തുകൊണ്ട് ആത്മാവിനെ അഭിമുഖമാക്കിയാൽ നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലേക്കാണ്. അതാണ് ധർമ്മചൈതന്യ സ്വാമി പറഞ്ഞ അറിവിൻ്റെ പരമ്പര. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യമായി ആത്മപരിശോധന നടത്തേണ്ടത് നമ്മളെയാണ്. ശ്രീനാരായണ ധർമ്മം കുടുംബജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഗുരു ആദ്യം മാറ്റിയതൊരു മനുഷ്യനെയാണ്, അല്ലേ? വളരെ വ്യക്തമായി മനുഷ്യന് നിർവചനം നൽകി. ആരാണ് മനുഷ്യൻ? അല്ലേ? അരുളുള്ളവൻ. നമുക്ക് അരുളുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ വായാകുന്ന നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സരണികൾ,
നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അച്ഛനും അമ്മയോടും സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ മക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ വിചാരമുണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഉണർന്നു വരുന്ന വാക്കുകൾ അവർക്ക് വേദനയുണ്ടാക്കാറുണ്ടോ? അയല് തഴപ്പതിനായിട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. നമുക്ക് നമ്മളെ തന്നെയും നമുക്ക് ജന്മം നൽകിയവരെയും നമുക്കൊപ്പം ഉറങ്ങുന്നവരും നമുക്കൊപ്പം ആഹാരം കഴിക്കുന്നവരും നമുക്കൊപ്പം സഞ്ചരിക്കുന്നവരുടെയും സന്തോഷവും സംതൃപ്തിയും സമാധാനം കണ്ടിട്ട് നമുക്ക് അടുത്തുള്ളവരിലേക്ക് പോകാം. അതല്ലേ കുടുംബം. ധർമ്മത്തിൽ വളരെ വ്യക്തമാണ്. ശ്രീനാരായണ ധർമ്മത്തിൽ ഒരിക്കലും പിരിക്കപ്പെടാത്ത സ്നേഹത്തോടുകൂടി എവിടെയാണോ ദമ്പതിമാർ വസിക്കുന്നത്, അഭിഛിന്ന പ്രേമഭാജോ വർത്തതേ എത്ര ദമ്പതി. കല്യാണം വേണം, മംഗളം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണമെങ്കിൽ ഒരിക്കലും പിരിക്കപ്പെടാത്ത സ്നേഹത്തോടുകൂടി അവിടെ വസിക്കാൻ സാധിക്കണം. എന്താണ് സ്നേഹം? പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്നതും അല്ലാതായാൽ നശിക്കുന്നതുമായ ആത്മാവിൽ നൂറി വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഊർജമാണ്, എനർജിയാണ് സ്നേഹം. സ്നേഹത്തെ നിർവചിക്കുവാൻ നമുക്ക് അങ്ങനെ സാധിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി മാത്രം ഗുരുവിൻ്റെ മുന്നിൽ ഉടമ്പടി എടുത്തവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മളിലുണ്ടോ ആ സ്നേഹം? അരുളും അനുകമ്പയും എല്ലാമുള്ള ഒരു സ്നേഹം നമ്മളിലുണ്ടോ? ഞാനീ പറഞ്ഞ നമുക്ക് നമ്മളുടെ ഒരു വാർഡിൽ 10 വ്യവസായികളെ സൃഷ്ടിക്കാൻ സാധിക്കാത്തത് നമ്മളുടെ വാക്കുകളിൽ മാത്രം ശ്രീനാരായണ ധർമ്മം നിഴലിക്കുന്നത് കൊണ്ട്. എയുടെ 2030 ശ്രീനാരായണ ഗുരുദേവനാൽ എഴുതപ്പെട്ട എല്ലാ കൃതികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ലോകത്തേതു ഭാഷയിലേക്കും ഒരുത്തന് സ്വന്തം കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന തലങ്ങൾ. നമ്മളെവിടെ നിൽക്കുന്നു? ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നിഴലുകൾ കൊണ്ട് അക്ഷരവും വിദ്യാഭ്യാസവും സരസ്വതി ക്ഷേത്രങ്ങളും എല്ലാം നമുക്ക് മറഞ്ഞു നിന്നിരുന്ന കാലത്ത്, കെട്ടിയടച്ചിരുന്ന കാലത്ത് പോലും നമ്മളെ മനുഷ്യനായി ജീവിക്കുവാൻ അനുവാദവും സ്വാതന്ത്ര്യവും അവകാശവും നേടിത്തന്ന ഗുരുവിൻ്റെ അതേ സംഘടനയിലെ അണികളാണ് നമ്മൾ. അവിടെ നമ്മൾ ആത്മപരിശോധന നടത്തുന്ന നമ്മുടെ പേരിൻ്റെ തുടക്കത്തിലും പേരിൻ്റെ അവസാനത്തിലും നമ്മൾ ചേർത്ത് വച്ചിരിക്കുന്ന ഓരോ യോഗ്യതകളും ശ്രീനാരായണ ഗുരുദേവനും ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങളും നീണ്ട സമരമുറകളിലൂടെ നേടിത്തന്നതാണ്. ഇന്നലെ 2 മണി തൊട്ട് 4 മണി വരെ ഞാനൊരു ശാഖയുടെ വേനൽക്കാല അവധിയുടെ ക്ലാസ് നയിക്കുകയാണ്. മനസ്സ് ശ്രീനാരായണ ദർശനത്തിൽ എന്നായിരുന്നു വിഷയം. ഞാൻ ഗുരുവിൻ്റെ ഒരു കീർത്തനമിട്ട് ഗെയിം നടത്തി 12 മുതൽ 18 വരെയുള്ള വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. തിരഞ്ഞെടുത്ത 4 പേർക്ക് ഞാൻ 4 വിഷയം കൊടുത്തു. അവർ 2 മിനിറ്റ് സംസാരിക്കേണ്ടത് ഗുരുദേവൻ, അരുവിപ്പുറം ഡോക്ടർ പൽപ്പു, പിന്നെ ശാരദാ ദേവി. ഞാൻ അവർക്കും 4 പേർക്കും പ്രൈസും കൊണ്ടുമാണ് സമ്മാനവുമായിട്ട് പോകുന്നത്. അവർ പറഞ്ഞത് അവർ 4 പേരും, ഞാനല്ല വിഷയം കൊടുക്കുന്ന, അവർ തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ പേപ്പറിൽ മടിച്ചിട്ടിരിക്കുകയാണ്. എടുത്തിട്ട് പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു, ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വരുന്ന തലമുറ എങ്ങനെ ശ്രീനാരായണ ധർമ്മത്തിൽ വളരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കണം. ശ്രീനാരായണ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇപ്പൊ സ്വാമി പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് തൊട്ട് മഠത്തിൽ പോകുന്നു ശിവീരിയിൽ, എനിക്ക് എങ്ങനെയോ സമാധിക്കകത്ത് കയറാൻ പറ്റി, പൂജിക്കാൻ പറ്റും. ഗുരുവിൻ്റെ മറ്റു കാഞ്ചീപുരവും ചെന്നൈ മഠത്തിലുള്ള ഗുരുവിൻ്റെ ക്ഷേത്രത്തിലൊക്കെ പൂജിക്കാനൊക്കെ പറ്റി. അങ്ങനെ വന്നിരുന്ന നമ്മളുടെ തലമുറയിൽപ്പെട്ട നമ്മളുടെ വാക്കുകൾ കേട്ട് നമ്മളുടെ പ്രവൃത്തിബദ്ധങ്ങൾ കണ്ടുവരുന്ന നമ്മളുടെ അടുത്ത സമൂഹം എവിടെ നിൽക്കുന്നു, വരും തലമുറ എവിടെ നിൽക്കുന്നു, നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. അത് കാണണമെങ്കിൽ കുടുംബത്തിൽ പ്രവൃത്തിയിൽ ശ്രീനാരായണ ധർമ്മം വരണം. ആരാണ് ദേവനായി മാറുന്നത്? മനസ്സിൻ്റെ ത്രിഗുണങ്ങളിൽ സത്വഭാവം കൊണ്ട് ആഹാരം കഴിക്കുന്നവൻ, സത്വഭാവം കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നവൻ, സത്വഭാവങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവൻ, സത്വഭാവം കൊണ്ട് കർമ്മമനുഷ്ഠിക്കുന്നവൻ ദേവനാണ്.
മനുഷ്യന് ദേവനാകാം, ഒരു സംശയവുമില്ല. ഒരു മനോരോഗ വിദഗ്ധനല്ലേ പറയണം. മറിച്ച് നിങ്ങൾ രജസിലാണെങ്കിൽ രജസിൽ വരുമ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്നും എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതെന്നുമുള്ള അഹങ്കാരഭാവം വരും. അത് സത്വത്തിലില്ല, അറിവ് മാത്രം. എന്നാലും സത്വത്തിൽ ഞാൻ അറിവുള്ള ആളാണെന്നുള്ളൊരു തലമുണ്ട്. ആത്മാവിനോളം പരിശുദ്ധിയില്ല, പക്ഷേ ആത്മാവിനെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഞാൻ എടുക്കുന്ന ഈ ഭാവം എൻ്റെയാണോ? അല്ല, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടത്. അവിടെ എനിക്കെന്ത് പ്രാധാന്യമാണ്? ഒന്നുമില്ല. അപ്പം ഞാൻ ചെയ്തതെന്ന് എനിക്ക് അഭിമാനിക്കാനുള്ളതൊന്നും എൻ്റെ കർമ്മങ്ങളിലില്ല. ഞാനിട്ടിരിക്കുന്ന വസ്ത്രം ആരോ ചെയ്ത നൂലുകൾ പരസ്പരം കോർത്തത് മറ്റൊരാൾ, അത് വ്യവസായികമായി എന്നിലേക്ക് എത്തിച്ചത് മറ്റുള്ള ആൾ. അപ്പം നാമമാത്രമായ ഒരു തുകയുടെ പേരിൽ ഈ വസ്ത്രം എൻ്റേതാണോ? ആ ചിന്തകളെ മുഴുവൻ മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ശ്രീനാരായണ ദർശനം പ്രചരിച്ചു നിന്ന കാലത്തു നിന്നും, കർമ്മത്തിൽ മാത്രം അനുഷ്ഠിച്ചിരുന്നതിൽ നിന്നും നമ്മൾ വാക്യങ്ങളിലേക്ക് മാത്രം മാറും. ഒരു പക്ഷേ എൻ്റെ വാക്കുകളെ പലർക്കും അത്ര ഇഷ്ടത്തോടു കൂടി ശ്രവിക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. കർമ്മപഥങ്ങളിലില്ല എങ്കിൽ, ഇപ്പം മനഃശാസ്ത്രപരമായ ഒരു എക്സസൈസ് വേണമെങ്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കൈകൾ ഉയർത്താൻ പറയുന്നു. പലതരത്തിൽ ഞാൻ കൈകൾ തൊട്ടുകൊണ്ട് പറഞ്ഞതിന് ശേഷം ഞാൻ മൂക്കയിൽ തൊടാൻ പറയും, ഞാൻ മൂക്കയെ തൊടും. ഞാൻ കാതെ തൊടാൻ പറയും, ഞാൻ കാതെ തൊടും. പക്ഷെ ഞാൻ തലയെ തൊടാൻ പറഞ്ഞിട്ട് ഞാൻ ചുണ്ടേ അല്ലെങ്കിൽ താടിയെ തൊടാൻ പറഞ്ഞാൽ നിങ്ങൾ വേറെ എങ്ങും തൊടില്ല. എവിടെ തൊടും? ആ, താടിയെ തൊടും. എൻ്റെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ വാക്കുകളെ അല്ല ശ്രവിക്കുന്നത്, നിങ്ങളുടെ കർമ്മത്തെയാണ്. നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മുന്നിലേക്ക് അണിനിരക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അവരുടെ മുന്നിൽ. അപ്പം ആ രജസിൻ്റെ ഭാവവും നമുക്ക് വിടണം. ഇനിയോ തമസാണെങ്കിൽ പച്ചയായ മൃഗമായി കിട്ടുന്നതിനെ എന്തിനേയും ഭക്ഷിക്കുക. വിവേകം, ഞാൻ പറഞ്ഞ മനസ്സിൻ്റെ 5 പ്രവർത്തികളിൽ ചിന്ത്യമില്ല, വിചാര്യമില്ല, ഊഹ്യമില്ല, ദേയമില്ല, സങ്കല്പമില്ലാതെ കിട്ടുന്നതിനെയെല്ലാം ഭക്ഷിക്കുകയും കാണുന്നതിനെയെല്ലാം തൻ്റേതാണെന്ന് വിശ്വസിക്കുകയും ഈ ലോകം മുഴുവൻ ഞാനുള്ളെന്ന് കൊണ്ടാണ് ഉള്ളതെന്നുള്ള ഭാവത്തിലും നിൽക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. ഞാൻ സങ്കല്പിക്കുന്നത്, ഞാൻ പഠിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്ന് സാത്വിക ഭാവത്തിലോ രാജസിക ഭാവത്തിലുള്ള ഒരു ഉന്നത പണ്ഡിതനോട് ചർച്ച ചെയ്യാൻ പോലും മനോഭാവമില്ലാത്ത തലത്തിലേക്ക് താമസിക്കാൻ അടുപ്പതിച്ച് നിൽക്കുകയാണ്. അതാണ് മൃഗം. ഈ 3 ഭാവങ്ങളിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിലും പ്രതിനിധീകരിക്കേണ്ടത് സാത്വിക ഭാവത്തിലായിരിക്കണം. സാത്വിക ഭാവത്തിൽ നിൽക്കുന്ന മനസ്സിന് 8 പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. എന്താണ്? 1 ചിന്ത. ആദ്യത്തേതാണ് ചിന്ത. രണ്ടാമത്തേത് ബുദ്ധി. മൂന്നാമത്തേത് സംജ്ഞാജ്ഞാനം. നാലാമത്തേത് സ്മൃതി അഥവാ ഓർമ്മ. 5-ാമത്തേത് ഭക്തി. 6-ാമത്തേത് ചേഷ്ട അഥവാ ആക്ഷൻ, കർമ്മങ്ങൾ. 7-ാമത്തേത് ശീലം. 8-ാമത്തേത് ആചാരാനുഷ്ഠാനങ്ങൾ. ഗുരുദേവ കൃതികളെ ഒന്നൊന്നായി ചേർത്ത് വച്ചാൽ മുകളിലേക്ക് പോകും തോറും, അതായത് ചിന്തയിൽ നിന്ന് ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്ന് സംജ്ഞാജ്ഞാനത്തിലേക്ക്, ഓർമ്മയിലേക്ക് പോകുമ്പോൾ ഓരോ കൃതിയുടെയും ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്ക് കൃത്യമായി ഒപ്പിയെടുക്കാൻ സാധിക്കും. ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചിന്തിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാതിരിക്കുന്നതുമാണ് ശ്രീനാരായണ ധർമ്മം കുടുംബത്തിൽ. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഭർത്താവ് പോയി 2 മിനിറ്റ് താമസിച്ച് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കും, എവിടെയാ അല്ലേ? നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ICD-12 എന്ന് വെച്ചാൽ ലോകത്തുള്ള ജനങ്ങളിൽ വരുന്ന മാനസിക രോഗങ്ങളെ മുഴുവൻ എഴുതി വച്ചിരിക്കുന്ന ബുക്കാണ് ICD-12 എന്ന് പറയുന്നത്, 12. മറ്റൊന്ന് ഒരു DSM-5. കോടിക്കണക്കിന് രോഗങ്ങളാണ്, കാണാൻ പറ്റാത്ത
സങ്കല്പിക്കാൻ മാത്രം പറ്റുന്ന മനസ്സ്. ആ മനസ്സുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. കാണാൻ പറ്റത്തില്ലേലും അതിനകത്ത് ഇത്ര 1000 രോഗങ്ങളെ ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കും. കൺസൾട്ടേഷനും ഫീസും വാങ്ങിക്കും, മരുന്നും തരും. എന്തുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ ആദ്യം ആ അടിപതറുന്നത് ചിന്തിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല, ചിന്തിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും വൈരാഗ്യമുള്ള, ഇപ്പം കണ്ടാൽ വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി, ആ എല്ലാ ദേഷ്യഭാവവും ക്രോധഭാവവും അരിശത്തെയും സങ്കല്പിച്ചുകൊണ്ട് അവരുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലോട്ട് വരട്ടെ. കണ്ണടച്ചു. കണ്ണുകൾ അടച്ചാലേ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് എനിക്ക് കാണുകയും ചെയ്യാം. ആളെ കണ്ടോ? നമ്മൾ നേരെ ശിവഗിരിക്കുന്നിൻ്റെ നെറുകയിൽ മഹാസമാധിക്ക് വലം വെച്ച് വരുന്ന സമയത്ത് ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല താമരപ്പൂവുണ്ട്, ചുട്ട കപ്പയുണ്ട്. ഗുരുവിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാനുള്ള കാണിക്കയുമായിട്ടാണ് നിങ്ങൾ പ്രദക്ഷിണം വെക്കുന്നത്. മണിയടങ്ങുന്ന ആദ്യത്തെ ചുറ്റുമതിലിൻ്റെ 3 പ്രദക്ഷിണം കഴിഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിൽ ശിവഗിരി മഹാസമാധി മന്ദിരത്തിൻ്റെ 3 പ്രദക്ഷിണവും കഴിഞ്ഞു. നിങ്ങൾ ഗുരുവിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. കണ്ണു തുറക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള വൈരാഗ്യത്തിൻ്റെ ആൾ പോയോ? ഏത് വൈരാഗ്യത്തിൻ്റെയും, ഏത് സമാധാനക്കേടിൻ്റെയും, ഏത് സന്തോഷക്കുറവിൻ്റെയും ചിന്തയുടെ അല നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ദേവസങ്കല്പത്തിലോട്ട് വന്നുകൊണ്ട് ആ ചിന്തയെ മാറ്റിമറിക്കണം. ആ ചിന്തയെ പിന്തുടർന്നാൽ ചിന്ത വെറും ആ ചിന്തയാ. അതിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയല്ല. നിങ്ങൾ അതിനൊപ്പം നിന്നാലാണ് പ്രശ്നം. അല്ലേ? ഈ ശ്രീനിവാസൻ ഭാര്യയെ സംശയിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിൻ്റെ പേര് ശ്രീനാരായണ ഗുരുദേവ കൃതികളുടെ ഒരു പദത്തിൻ്റെ അല്ല ഒരു പദ്യത്തിൻ്റെ നമ്പർ ചോദിച്ചിരുന്ന ഇത്രയും കൃത്യമായിട്ട് വരത്തില്ലായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് സിനിമയുടെ ഭാവം വന്നു. അതൊക്കെ മറക്കൂല്ലെന്ന്. കാരണം രൂപമുണ്ട്, ഭാവമുണ്ട്. സ്വാമി കേൾക്കുന്നുണ്ടോ? അപ്പൊ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ ഇങ്ങനെ സിനിമയുടെ ശൈലി ഞങ്ങൾക്ക് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ മറന്നു പോകുന്നതെന്നാണ് ഉദ്ദേശകർ പറയുന്നതാണ്. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ വിഡ്ഢിത്തം കളിക്കുകയാണ്. സംസാരിക്കുന്നത് മനസ്സിനെ പഠിച്ച ഒരാളോടുകൂടെ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇന്നിപ്പം ധർമ്മചൈതന്യ സ്വാമി, അസംഗാനന്ദഗിരി സ്വാമിയൊക്കെ ഉള്ള സദസ്സിലേക്ക് ഞാൻ വരേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ മനസ്സിൻ്റെ ഒരു കാര്യത്തിൽ എവിടെയൊക്കെയോ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെയോ ചില പൊട്ടലുകൾ ഉണ്ടാകേണ്ടതാണ്. അതിനായിട്ട് ഗുരു എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്. എനിക്ക് പൊട്ടലൊന്നും ഉണ്ടാവില്ലല്ലേ? ഒരിക്കലും നിങ്ങൾ വിചാരം ചെയ്യുന്ന ചിന്തയിൽ നിന്നും അത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നമ്മളുടെ സമൂഹത്തിനോ നമ്മളുടെ രാജ്യത്തിനോ എതിരാകുന്നതാണെങ്കിൽ, അസൂയായിക്കൊള്ളട്ടെ, ഭയമായിക്കൊള്ളട്ടെ, അരിശമായിക്കൊള്ളട്ടെ, എന്തായാലും ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ പുറകെ പോകരുത്. ഉടൻ തന്നെ മാറണം. ഇനി ഒന്നും പറ്റുന്നില്ല, ഗുരുവിൻ്റെ അടുക്കലേക്കും പോകാൻ പറ്റുന്ന, നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ആ മൊബൈലിൽ കുറച്ച് നേരത്തേന് എന്തെങ്കിലും കണ്ടു, ആ കുറച്ച് നേരത്തിലേ കാണാവുള്ളേ. ഈ ചിന്ത എത്രയും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമുക്ക് സമയക്കുറവുകൊണ്ട് ഓരോന്നിൻ്റെയും സമവാക്യങ്ങൾ മാത്രം പഠിച്ചു പോകാം. ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ചിന്തിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ ഗുരു ഒരു മാനസികാരോഗ്യ
കേന്ദ്രത്തിൽ ചെന്നിട്ട് ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? നാമും ഇപ്പം പ്രാന്താശുപത്രിയിലാടൂ, നാമും ഇപ്പം നമ്മൾ അവിടെ എത്തും. ചിന്തയിൽ നിന്നാണ് പോകുന്നത്. ചിന്ത പ്രവൃത്തിയാകും, പ്രവൃത്തി ശീലമാകും, ശീലം സ്വഭാവമാവും, സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വമാവും, വ്യക്തിത്വം നിങ്ങളുടെ പ്രകൃതിയാവും. ശീലം വരെ നിങ്ങൾക്ക് തന്നെ മാറ്റാൻ പറ്റത്തുള്ളൂ. വ്യക്തിത്വമോ ബിഹേവിയറോ പേഴ്സണാലിറ്റിയോ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ മനസ്സിനെ പഠിച്ചവരുടെ സഹായം വേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഗുരുവുമായി അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ജീവാത്മാവായതുകൊണ്ട് ഒരു പക്ഷേ സങ്കല്പത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ സാധിക്കും. എന്തു വേണം? നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടതിനെ മാത്രം ചിന്തിക്കുക, ചിന്തിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് ഇവിടെയാണ് സമയത്തിൻ്റെ കടന്നുവരവ്. എവിടെയാണ് കാലത്തിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. കാലവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അല്ലേ? കാലാണ് ഏറ്റവും വലിയ ആശ്രയം, കാലമാണ് ഏറ്റവും വലിയ ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു തുടങ്ങുന്ന കൃതി ഏതാ? എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് എപ്പോഴാണ്? എപ്പോഴാണ്? ഇപ്പൊ ആ കൃതി പേര് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ മിനിറ്റ് കൊണ്ട് അത് മൊത്തം ചൊല്ലും. എന്തോ അകന്നൊരു നെഞ്ചാൽ എല്ലാ അല്ലലും വരുമെന്ന്. അനുകമ്പാദശകം. അകന്നൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും അരുളാൽ വരും. ആ ചിന്ത കൊണ്ടുവരുവാനാണ് ഗുരു പറയുന്നത്. അതില്ലാതാകുമ്പോഴാണ് ഈ സമൂഹവും മറ്റുള്ളവരുമെല്ലാം നമ്മളുടെ വൈരാഗികളായി മാറുന്നത്. ഞാൻ പ്രസിഡന്റിനെ കുറിച്ച്, ഈ സഭാ അധ്യക്ഷനെ കുറിച്ച് മോശമായിട്ട് എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിനാണോ മോശം വരുന്നത്, എനിക്കാണോ മോശം വരുന്നത്? അദ്ദേഹം അറിയുന്നു പോലുമില്ല. പോസിറ്റീവ് ഹോർമോണുകളെയും നെഗറ്റീവ് ഹോർമോണുകളെയും വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഇനിയൊരു മനഃശാസ്ത്രത്തിനും ഒരു പടി വെക്കാൻ സാധിക്കാത്ത രീതിയിൽ ഗുരു അവിടെ സഞ്ചരിക്കുക. അടുത്ത നമ്മൾ പോകുന്ന ഏതാണ്? ബുദ്ധിയിലേക്ക്. ബുദ്ധി ഞാൻ പറഞ്ഞു, ചിന്ത്യം, വിചാര്യം, ഊഹ്യം, ദേയം, സങ്കല്പം. ഈ 5 കാര്യങ്ങളും അവിടെ അവസാനത്തെ വരുന്ന 2 കാര്യങ്ങൾ മനസ്സുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒന്നെങ്കിൽ നമ്മളുടെ അറിവില് ആത്മാ മനസാ സംയുജ്യതേ മനമിന്ദ്രിയേണ തതഃ പ്രത്യക്ഷം. ആത്മാവ് മനസ്സുമായും മനസ്സിന്ദ്രിയങ്ങളുമായി അഭേദ്യമായ ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് വെളിയിൽ നിന്ന് വരുന്ന ജ്ഞാനത്തെ എടുത്തുകൊണ്ട് ആ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, പക്ഷേ നിങ്ങൾ സ്വീകരിക്കുന്ന ജ്ഞാനം തെറ്റാണ് എങ്കിൽ തെറ്റായ തീരുമാനം ബുദ്ധിയിൽ നിന്നുണ്ടാവും. നോ പറയുന്നതിലും ബുദ്ധിയുടെ തീരുമാനങ്ങൾ കൊണ്ട്, തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് 2 വ്യക്തികൾ പിരിഞ്ഞിട്ടുണ്ട്, 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം വന്നിട്ടുണ്ട്, ലോകമഹായുദ്ധങ്ങൾ പോലും വന്നിരിക്കുന്നത് ഒരു ബുദ്ധിയിൽ നിന്ന് യഥാർത്ഥ സമയത്ത് നോ പറയേണ്ട സമയത്ത് നോ പറയാനുള്ള ധൈര്യവും നോ പറയാനുള്ള അറിവുമില്ലായ്മ കൊണ്ടാണ്. അത്ര പ്രാധാന്യമാണ് നിങ്ങളിൽ നിലനിർത്തിയിരിക്കുന്ന ബുദ്ധിക്കുള്ളത്. ആ ബുദ്ധിയിലേക്ക് നിങ്ങൾ ആഹരിക്കുന്ന ആഹാരത്തിനും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പരിസ്ഥിതിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതാണ് നമ്മളുടെ ജനറ്റിക് കോഡുകളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആഹാരം അതുമായി ജായതന്നേന വർദ്ധതേ, ഭൂമുഖത്ത് ജാതമായതെല്ലാം അന്നം കൊണ്ടാണ് ജീവിക്കുന്നത്. സാത്വികമായ ആഹാരമല്ല, രാജസീകമായ ആഹാരമാണ്, താമസികമായ ആഹാരമാണ് നിരന്തരം നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ പരിസ്ഥിതിയും നിങ്ങളുടെ ചിന്തയും സാത്വികമായതുകൊണ്ട് പ്രവർത്തനം സാത്വികമാകണമെന്നില്ല. അപ്പൊ നമ്മൾ മുമ്പ് കണ്ട കാരണദ്രവ്യങ്ങളാകുന്ന 9 ദ്രവ്യങ്ങളും പരിപൂർണമായി ഭൂമി ശുചിയായിരുന്നാൽ, വൃത്തിയായിരുന്നാൽ, ജലം, അഗ്നി, സ്വാമി വളരെ വ്യക്തമായി പറഞ്ഞു, അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒന്നിന് മാത്രമേ വീണ്ടും അതിൻ്റെ
ആ വൃത്തിയില്ലായ്മയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തതുള്ളൂ. വെള്ളത്തിൽ കഴിയാൽ ആ അഴുക്ക് വെള്ളത്തിലുണ്ട്, ഭൂമി കൊണ്ട് ശുദ്ധീകരിച്ചാൽ അഴുക്ക് ഭൂമിയിലുണ്ട്, ആകാശം കൊണ്ട് ശുദ്ധീകരിച്ചാൽ ആകാശത്തിൽ അതുണ്ട്, വായുവിൽ കൊണ്ട് ശുദ്ധീകരിച്ചാൽ അത് വായുവിലുണ്ട്. പക്ഷേ അഗ്നിയിൽ മാത്രം അത് നടക്കില്ല. ആ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത പോലെ സ്ഫുടം ചെയ്ത ചിന്തകളുമായി വേണം നമ്മളുടെ ജീവിത പങ്കാളിയുടെ മുന്നിൽ, കുഞ്ഞുങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ, കുടുംബത്തിന് മുന്നിൽ നിങ്ങൾ നിഴലിക്കാൻ. അത് പ്രവൃത്തിപഥത്തിൽ വരണം, സംസാരത്തിൽ വന്നുകൊണ്ട് മാത്രം പോരാ. ബുദ്ധിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ചിന്തയായി, ബുദ്ധിയായി. അടുത്തതാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയ മണ്ഡലം, അറിവ്, സംജ്ഞാജ്ഞാനം. നിങ്ങൾക്ക് അറിവുണ്ടാകുന്നത് എന്താണ്? സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളെ യഥാർത്ഥമായി ഒരു സമാവസ്ഥയിൽ മനസ്സിൽ നിർത്തിക്കൊണ്ട്, അതായത് സത്വഗുണത്തിൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങളുടെ രജസും തമസും വരികയും ഒരിക്കൽ പോലും, ഒരു നിമിഷത്തിൽ പോലും രജസോ തമസോ നിങ്ങളുടെ സത്വത്തെ നിയന്ത്രിക്കാതെ, ആത്മാവിന് ആഭരണമുണ്ടാക്കാതെ, ഇന്ദ്രിയങ്ങൾക്ക് ആഭരണമുണ്ടാക്കാതിരിക്കുന്ന നിങ്ങളുടെ സ്ഥിതി. അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? സത്വഗുണപ്രധാനമായ സ്ഥിതി. അറിവ് ആഭരണമുണ്ടാക്കുന്നില്ല, അതായത് തെറ്റായ അറിവ്. രജസും തമസും ആവരണമുണ്ടാക്കുന്നില്ല. ആ ആവരണമില്ലായ്മയാണ് നമ്മളുടെ സമാധി. ജീവൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സമാധി. നിങ്ങളുടെ ആത്മചൈതന്യത്തെ നിങ്ങളുടെ ആത്മാവിൻ്റെ അന്തരംഗത്തെ യാതൊരു കറയും യാതൊരു മാലിന്യവും ഇല്ലാതെ നമ്മൾ തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട്, ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ കാണുന്ന അവസ്ഥ. ഇത്രയും കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ എല്ലാം കൊണ്ടുവന്ന മഹാഗുരുവാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഇതിനെല്ലാം ആധാരമായി എടുക്കുന്നത് മറ്റ് ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സത്യത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഞാനില്ല എങ്കിൽ ലോകമില്ല, അറിവില്ല, എന്നിലില്ല. അതാണ് അറിവിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. എനിക്ക് ബോധമില്ല എങ്കിൽ, എൻ്റെ സംജ്ഞയിൽ എനിക്ക് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിചാരങ്ങളെയും വിവേകബുദ്ധിയെയും അതേപോലെ തന്നെ എല്ലാ അനുഷ്ഠാനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യനായി ജീവിക്കുവാനുള്ള അറിവ് ഞാൻ എങ്ങനെ സംശീകരിക്കണം എന്ന് മനസ്സിലാകുന്നതിനുള്ള അറിവ്, ആ തിരിച്ചറിവ്, അതെല്ലായിടത്തുനിന്നും കിട്ടുന്നതല്ല. അപ്പം നമുക്കെന്ത് വേണം? പാഠ്യപദ്ധതികളിൽ വളരെ കൃത്യമായി ശ്രീനാരായണ ദർശനത്തിൻ്റെ കാതലായ അംശങ്ങൾ വരണം. എനിക്കെങ്ങനെ എന്നെ തിരിച്ചറിയാം? 18 വയസ്സ് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ കൃതികൾ നമ്മളിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ്റെ 57% ജനറ്റിക് കോഡുകൾ ഫില്ല് ചെയ്യപ്പെടും. പിന്നീട് ബാക്കി ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നത് 3, 5, 7 വയസ്സിനുള്ള. അത് കഴിഞ്ഞാൽ ഏകദേശം അവൻ്റെ വ്യക്തിത്വം രൂപീകൃതമായെന്നാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഗുരുവിൻ്റെ സ്വരൂപവും ഗുരുവിൻ്റെ ധർമ്മവും ഗുരുവിൻ്റെ വാക്യങ്ങളും ഗുരുവിൻ്റെ മന്ത്രസരണികളിലും അവരിലേക്ക് പകരുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെ നമ്മളെപ്പോലെ തന്നെ വാക്കുകളിൽ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോകും. ഇനിയോ 4-മത്തെ ഏതാണ്? ഓർമ്മ. ഏറ്റവും പ്രശ്നമുള്ള പ്രശ്നമാണ്. ഓർമ്മയുടെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രശ്നം നിഴലിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ആ സ്ത്രീകൾ. കല്യാണം കഴിച്ചിറങ്ങുന്ന ശുഭമുഹൂർത്തത്തിൽ വലതുകാല് തട്ടി അത് തൊട്ടു. അല്ലേലും എനിക്കറിയാം, ഏത് 68-മത്തെ വയസ്സായി. അന്ന് കാല് തട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചാണ് നിങ്ങളുടെ കൂടെയുള്ളത് തട്ടും മുട്ടുമായിട്ടൊക്കെയേ പോവുള്ളൂ. അതിനും ഗുരു എന്തോ പറഞ്ഞു? നല്ലതല്ല, നല്ലത് ചെയ്താൽ അത് ഓർത്തിരിക്കെ. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നീടുന്നതുത്തമം.
ഉത്തമ തലത്തിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ അത് തന്നെ വേണം. അപ്പം കഴിഞ്ഞ കാലത്തെ എല്ലാം ഓർമ്മയിൽ നിന്നങ്ങ് മാറ്റുക, നല്ലത് മാത്രം നിലനിർത്തുക. നിങ്ങൾ എങ്ങനെ വളർന്നോട്ടെ, നമുക്ക് ഗുരുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വാർഡിലൊരു വ്യവസായിയെ സൃഷ്ടിക്കാൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ തല ഇതാ. എന്തു വന്നാലും അരുതരുത്, മറ്റോനതെ അങ്ങനെ ചെയ്തു. അവരുടെ ബുദ്ധിയാണോ നിങ്ങൾക്ക്? അവരാരാധിക്കുന്ന ഈശ്വര സങ്കല്പത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യം അവരുടെ ഈശ്വര ചൈതന്യം ഒന്നാണോ? അല്ല. അപ്പൊ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളെയും നിങ്ങളെ ഏത് സാഹചര്യത്തിലും നിലനിർത്തുവാൻ കഴിവുള്ള അത്രയും വലിയൊരു അവതാര പുരുഷനൊപ്പമാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാകുന്നില്ല, അല്ലേ? ഇന്ന് ഞാൻ ഈ ക്ലാസ് ഏറ്റെടുത്ത പോലെ ശിവേരിയിലെ നിറഞ്ഞ സന്യാസി സദസ്സ്, എന്നേക്കാൾ ഉപരി അനേകപക്ഷം ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിച്ച അനേക കാര്യങ്ങൾ, പല മുഖങ്ങളൊക്കെ അവിടെ കണ്ട് എനിക്ക് പേടിയാവും. പക്ഷെ മനസ്സിനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ വിഷയം എന്നെ പോലെ ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ പതറും. അതുപോലെ തന്നെയാണ് ഓർമ്മകളെ എടുക്കുമ്പോൾ, അത് ജീവിത സമയത്തായിക്കൊള്ളട്ടെ, വ്യവസായ സമയത്തായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ സമയം. ഗുരുദേവ കൃതിയിൽ സംസ്കൃതം ഒന്നും വേണ്ട. അതെന്താ? നമുക്ക് പറ്റത്തില്ല. അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ 10ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചില്ല. അതെനിക്കായി ഗുരു എഴുതിയതാണെന്നുള്ള ബോധം എപ്പം നമ്മുടെ ബോധമണ്ഡലത്തിൽ വരുന്നോ, ബുദ്ധിയിൽ എപ്പോഴത് സ്ഫുരിക്കുന്നുവോ, അപ്പോൾ തീർച്ചയായും നമ്മൾ ഏതു ഭാഷയിൽ ഗുരു അരുളിയതും നമ്മൾ പഠിക്കും. അതൊന്നും തടസ്സമല്ല. പക്ഷെ ആ ചിന്ത നമുക്ക് വരണം. ആ ഓർമ്മയിൽ ഗുരുവിനെ മാത്രം, നിങ്ങളെ മാത്രം സങ്കല്പിച്ച് നിൽക്കുന്ന ഓർമ്മയിൽ നിന്ന് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. അടുത്ത ഘട്ടം ഏതാണ്? ഭക്തി. നിങ്ങൾ രഹസ്യമായിട്ടൊരു പഠനം നടത്തിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 101 ശ്രീനാരായണ വിശ്വാസികളെ എടുക്കുക. അവർ ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇടുന്ന നേർച്ചയും മറ്റ് ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇടുന്ന നേർച്ചയും നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് പകർത്തും. അപ്പോൾ അറിയാം നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം. എങ്ങനെ എടുത്താലും അതിൽ 100 സാത്വിക ഗുണങ്ങളുള്ളവരും ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് 90 രജസിലും തമസിലുമാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയും, ഞാൻ 10 പേര് എഴുന്നേറ്റുണ്ടോ, എന്നോട് കൃത്യമായിട്ട് പറയാം, ഞാൻ മറ്റു ക്ഷേത്രങ്ങളിൽ പോയാൽ നേർച്ച പോലും ഇടാറില്ല, അവിടെ ചുറ്റിത്തിരിഞ്ഞിങ്ങ് പോരാടുകയുള്ളൂ. അതാണ് നമ്മളിൽ 100ൽ 10 പേരേ ഉണ്ടാവും. ബാക്കി 90ഉം ലോകം മുഴുവനുള്ള പണം ഒരിടത്ത് കൂടിയിരുന്നാലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ആ ഗുരു പറഞ്ഞതാ. സമ്പാദിക്കുന്നതിനെല്ലാം വ്യവസായത്തിന് വേണ്ടിയും അറിവിനായിട്ടും വേണ്ടി വീണ്ടും വീണ്ടും ഈ സമൂഹ മധ്യത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു അറിവിൻ്റെയും വ്യവസായത്തിൻ്റെയും പദ്ധതികൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ കൊണ്ടുവന്ന സംഘടനകൾക്കുണ്ടാക്കാൻ സാധിക്കണം. ഗുരുവിൻ്റെ സാമ്പത്തിക സങ്കല്പം എന്നുള്ള വിഷയത്തിലേക്കൊക്കെ കടന്നുണ്ടല്ലോ, ഒരിക്കൽ പോലും നിങ്ങൾ ഒരു നാണയം പോലും ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളിലല്ലാതെ ഇടത്തില്ല. കാരണം ഗുരു അത്രയും കരുതലോടുകൂടിയാണ് അതിനെ ചേർത്ത് വിൽക്കുന്നത്. നമുക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. ധർമ്മചൈതന്യ സ്വാമി പറഞ്ഞ പോലെയും അതിനു മുമ്പ് വന്ന പ്രവാസി ഈ ആശ്രമം സ്ഥാപിക്കുന്നതിന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വരുമ്പോൾ ലഭ്യമാകുന്ന 2 പ്രാവശ്യം വരുമ്പോൾ പൈസ എനിക്ക് നൽകണം, എന്നാൽ മാത്രമേ ഞാൻ തലശ്ശേരിയിലേക്ക് വരുവുള്ളൂ എന്ന് ഗുരു പറഞ്ഞു. ഈ സ്ഥലം വാങ്ങിക്കാൻ ഗുരുവിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഗുരുവിൻ്റെ ചിന്താധാരയും ഗുരുവിൻ്റെ ബുദ്ധിയും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് നമുക്ക് പരിവർത്തനമുണ്ടായാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകുള്ളൂ. വ്യക്തിപരമായി നമുക്ക് ഉയർച്ച ഉണ്ടാകണം, കുടുംബപരമായി ഉണ്ടാകണം, വ്യവസായികമായി ഉണ്ടാകണം, വിദ്യാഭ്യാസപരമായി ഉണ്ടാകണം, അല്ലേ? ഗുരു ആഗ്രഹിച്ച പോലെ ഒരു ക്ഷേത്രത്തിൽ ഒരു 10 രാജ്യത്തുണ്ടാകുന്ന നല്ല പൂക്കളെ സ്വരൂപിച്ചുകൊണ്ട് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചോ? ഗുരുദേവനെ കുറിച്ച് പഠിക്കാൻ ഒരു വിദേശി ഭാരതത്തിൽ വരികയാണ്. അവർക്ക് ഗുരുവിനെ കുറിച്ച്, ഗുരുവിൻ്റെ സമസ്ത മേഖലകളെയും പഠിക്കാൻ സാധിക്കുന്ന
ഒരു ഗ്രന്ഥസമൂഹമുള്ള ഗ്രന്ഥശാല നമുക്ക് ചൂണ്ടിക്കാണാൻ സാധിക്കുമോ? ഇതെല്ലാം നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബ ചർച്ചയായി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അല്പം വിമർശനാത്മകമായി പോകുന്നത്. ആ വിമർശനം ആവശ്യമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആ വിമർശനത്തിൽ ഞാനുമുണ്ട്. ആ രീതിയിൽ നമുക്ക് ശ്രീനാരായണ ഗ്രന്ഥശാലയെയും ഗുരുവിൻ്റെ കൃതികളെയും ഈ എയൊക്കെ ഇത്രയും പെട്ടെന്ന് വന്ന് ഇത്രയും പ്രചാരം നേടുന്നത് ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് പറ്റിയ തെറ്റുകളെ വളരെ പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് തൂത്തുമാച്ച് കളയാനാണ്. കാരണം ഒരു റഷ്യനോ ഒരു കാനഡക്കാരിക്കോ എപ്പോൾ വേണമെങ്കിലും എയുടെ ഉണ്ടെങ്കിൽ ആത്മോപദേശ ശതകം അതിൻ്റെ വ്യാഖ്യാനം അപ്പം തന്നെ അവരുടെ ഭാഷയിലേക്ക് എ കൊണ്ട് മാറ്റാം. അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. ഏതൊക്കെ ആൾക്കാരുടെ വിശദീകരണം അതിനുണ്ടായിട്ടുണ്ടോ, തർജ്ജിമ ഉണ്ടായിട്ടുണ്ടോ, അതനുസരിച്ചും അതിൻ്റെയും വാക്യഭേദങ്ങളെയും പദഭേദങ്ങളെയും അന്വയഭാവത്തെ പോലും അവർക്ക് എടുക്കാൻ സാധിക്കും. അത്രയും തലങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇത്രയും ആധാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭക്തി, അല്ലെ, നമ്മളുടെ ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് കുടുംബജീവിതത്തിൽ ഒരു നല്ല ശ്രീനാരായണ ഭക്തിയുണ്ടെങ്കിൽ, ഗുരുവിനെ അറിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ സമൂഹത്തിനും ആ ഏരിയയ്ക്കും അല്ലെങ്കിൽ ആ സ്ഥലത്തിനും മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാ സംശയ നിവാരണത്തിനും എല്ലാ തീരുമാനങ്ങളും ആദ്യം ജനങ്ങൾ സമീപിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. കാരണം ഗുരുവിൻ്റെ ചിന്തയും ഗുരുവിൻ്റെ പ്രവൃത്തിയും ഗുരുവിൻ്റെ അറിവും മാത്രമാണ് നിങ്ങളിൽ സന്നിവേശിച്ചിരിക്കുന്നത്. ഭക്തിയിൽ നിന്ന് നേരെ കർമ്മത്തിലേക്ക് പോകാം. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിൽ നിന്ന് ഇപ്പം തന്നെ ഞാൻ 10 മിനിറ്റ് കൂടുതലെടുത്തു. 1:30 ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും അവിടെ ചെല്ലണമെന്നാണ് എന്നോട് അധ്യക്ഷൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇനി നീട്ടുന്നത് ശരിയല്ല. ചിന്ത 2 കൂടെ, അല്ലെ, അത് തീർക്കാതെ പോവില്ല. ശീലം. നിങ്ങളെ നിങ്ങളും മറ്റൊരാളും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ശീലത്തിൽ നിന്നാണ്. ഇന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു 6 മണിക്ക് മുമ്പ് ഒരു 5:30 എഴുന്നേറ്റിരുന്ന് കൈപൊക്കിക്ക്. ഇത് ഗുരുവിൻ്റെ മണ്ണാണ് കേട്ടോ. അതിനു മുമ്പ് എഴുന്നേറ്റ്. ഞാൻ സാധാരണയായി നടത്തുന്ന ക്ലാസ്സുകളിൽ ഒരു 10 കയ്യിൽ കൂടുതൽ പൊങ്ങാറ്, അല്ലേ? നമ്മുടെ ശീലത്തിൽ ആദ്യം വേണ്ടത്, ഗുരു പറഞ്ഞതാണ്, സൂര്യനെ കണ്ടുകൊണ്ട്. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളിലേക്കൊക്കെ എനിക്ക് പോകാം കേട്ടോ. നിങ്ങളുടെ തലച്ചോറിലെ ഓരോ പോസിറ്റീവ് ഹോർമോണും കൃത്യമായി സെക്രീറ്റ് ചെയ്യണമെങ്കിൽ, കൃത്യമായി സ്രവിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൽ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, മനസ്സിൽ നടക്കുന്ന പ്രവൃത്തിയിൽ സത്യമായി അത് 99% നടക്കണമെങ്കിൽ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റാൽ മതിയോ? കണ്ടൊരു കൈ പൊക്കിക്ക്. അപ്പൊ അതിലും കുറഞ്ഞ് എഴുന്നേറ്റാലും പോരാ, കാണണം. എഴുന്നേറ്റാലും പോരാ, കാണണം. പുതിയ പഠനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എഴുന്നേറ്റ മുറിയിൽ കുളിച്ചു കഴിഞ്ഞിട്ട് AC അതേ രീതിയിൽ തന്നെ ഇട്ട് ജനലും വാതിലുകളും ഒന്നും തുറക്കാതെ ഇരുന്ന് അതിനകത്താണ് നിങ്ങൾ ധ്യാനിക്കുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും മോശമായ ധ്യാനം. കാരണം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കൊടുത്തതെല്ലാം ആ മുറിയിലുണ്ട്. നമ്മൾ പ്രകൃതിയുമായി മാറി നിൽക്കുകയാണ്. ശീലങ്ങളെ നിങ്ങൾ ആത്മപരിശോധന നടത്തുക. അതിന് വേണ്ടത്, ഇന്ന് വീട്ടിൽ ചെന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് 1, 2, 3 എന്ന് 10 നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത നിങ്ങളുടെ 10 ശീലത്തെ എഴുതുക. നിങ്ങൾക്കിഷ്ടപ്പെടാത്ത ഏതായാലും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ അത് മറച്ചു വെക്കുന്നതുകൊണ്ട് മാത്രമാണ് സമൂഹം സ്വീകരിക്കുന്നത്. പലരും എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതെ, അല്ലേ? നിങ്ങളുടെ ശീലം
ആത്മാർത്ഥമായിട്ട് എഴുതണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ അന്തരംഗത്തിലേക്ക് കടക്കുവാനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ്. നിങ്ങൾക്ക് നിങ്ങളാകുന്ന അറിവിൻ്റെ അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടണമെങ്കിൽ എനിക്കെപ്പം ദേഷ്യം വരുന്നു, എപ്പം എനിക്ക് അസൂയ വരുന്നു, എനിക്കെപ്പം സങ്കടം വരുന്നു, എപ്പം വിഷാദം വരുന്നു, എനിക്കെപ്പം വിഷം കഴിക്കണമെന്ന് തോന്നുന്നു, എല്ലാം എഴുതണം. അതിനെ മാറ്റണം. കാരണം എന്താ? നിങ്ങളെ അറിയുന്നതും നിങ്ങളെ അറിയുന്നതും നിങ്ങളുടെ ശീലത്തിലൂടെയാണ്. അപ്പൊ ശീലത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? അത്രയധികം ആത്മാർത്ഥമായി നമ്മൾ പരിശോധന നടത്തണം. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് ആചാരാനുഷ്ഠാനം. ഏത് ആചാരത്തെയും കാലാനുസൃതമായി പരിഷ്കരിക്കണം. ആര് പറഞ്ഞു? പക്ഷേ ഇന്ന് നിങ്ങൾ ഒന്ന് ആത്മപരിശോധന നടത്തിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾക്കൊരു പഠനം നടത്താം. എത്ര പേര് രാവിലെ നിർമാല്യം തൊഴാനെത്താറുണ്ട്? അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ഗുരുവിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ ഗുരുവിനെ ഈശ്വരനായി സങ്കല്പിക്കുന്ന ആ മുറിയിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. അതേതാ മുഹൂർത്തം? ബ്രാഹ്മമുഹൂർത്തം. ആ ബ്രാഹ്മമുഹൂർത്തം പലർക്കും ഉണ്ടെന്ന് പോലും അറിയില്ല. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നതിൽ ഏകദേശം പേരും 40-ന് മുകളിലായിക്കൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മണിമണിയായി ഉത്തരം വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രീനാരായണ ധർമ്മത്തിൽ അത്രയും സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട്. നിങ്ങൾ അടുത്ത സമൂഹത്ത് വരുന്ന തലമുറയോട് ചോദിച്ചു, എന്താണ് ബ്രാഹ്മമുഹൂർത്തം, എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ മാത്രമേ തലച്ചോറിലേക്കും മനസ്സിലേക്കും കാര്യങ്ങൾ പ്രവേശിക്കത്തുള്ളൂ. ബാക്കി മുഴുവൻ വന്നു കഴിഞ്ഞാൽ വന്ന പോലെ പ്രതിഫലിച്ചു പോകും. അതുകൊണ്ടാണ് അധ്യയന പരിപാടികളെല്ലാം, പഠന പദ്ധതികളെല്ലാം നമ്മൾ രാവിലെ തന്നെ ആക്കിയിട്ട് മറ്റുള്ള കർമ്മങ്ങളിലേക്ക് പിന്നീട് കടന്നു വരുന്നു. അങ്ങനെയാണ് ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ സാത്വിക ഗുണത്തെ ഉണ്ടാക്കുന്നതും. നമുക്ക് അവിടെയാണ് ഗുരു അയൽ തപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്, അല്ലേ? മറ്റുള്ളവരെ പോലെ തന്നാൽ ഉയർത്തേണ്ടവരെയൊക്കെ ഉണർത്തി, ഉയർത്തേണ്ടവരെ എല്ലാം ഉയർത്തി, ഗുരുവിന് സമാനമായി ഗുരു ചെയ്ത എല്ലാ കർമ്മങ്ങളെയും അനുഷ്ഠിക്കുവാൻ നമ്മൾക്ക് അനുവാദവും സ്വാതന്ത്ര്യവും വിശ്വാസവും ധൈര്യവും നൽകിയ ആ ഗുരുവിൻ്റെ തലങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് ചലിച്ചു. ആ ധൈര്യത്തെ വീണ്ടെടുക്കണം, ആ വിശ്വാസത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കണം. എങ്കിൽ മാത്രമേ ശ്രീനാരായണ ധർമ്മം വിഭാവനം ചെയ്യുന്ന ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. ആഹാരവും ഉറക്കവും ജലവും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത പടിയായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ നമുക്കിവിടെ ഇന്നിവിടെ നിർത്താം. അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ മനസ്സിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ കൊണ്ടെങ്കിലും ഒരു വിചാരമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഒന്നും വേണ്ട, ഞാൻ തികഞ്ഞ ഗുരുവിൻ്റെ ഭക്തനായി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിന്നത്. പക്ഷേ വിഷമമേറെയുണ്ട്. ഗുരുവിൻ്റെ പ്രവൃത്തി മണ്ഡലങ്ങൾ നമ്മൾ ഇനിയും ഈ സമൂഹത്തിൽ തങ്കലിപിയിൽ എഴുതുക മാത്രമല്ല, അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കപ്പെടണം. ഗുരു എന്തൊക്കെ അരുതരുതെന്ന് പറഞ്ഞു അത് അങ്ങനെ തന്നെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും ശക്തമായി നിന്നാൽ ഈ സംഘടന മാത്രം മതി. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ സസത്വം ശ്രവിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.